ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, ഈ ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളിൽ കാണുന്ന മുടി കൊഴിച്ചിൽ, അത് മെയിനായിട്ട് നമ്മുടെ ഈ ക്രൗൺ ഏരിയയിലും അതുപോലെ നമ്മുടെ ഹെയർ ലൈൻ കയറുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് അല്ലേ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഈ ക്രൗൺ ഏരിയയിൽ നിന്ന് ധാരാളം മുടി കൊഴിയുന്നു എന്ന് പറഞ്ഞു. ഞാനിതിനെക്കുറിച്ച് ഒരു 5-6 വർഷം മുന്നേ ഒരു വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗീത ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പുതിയ ആൾക്കാർക്ക് വേണ്ടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അതും കൊണ്ട് വന്നാണ്. അപ്പോൾ ഇങ്ങനെ ഈ ആർത്തവവിരാമത്തിന് ശേഷം ഇങ്ങനെ നമ്മുടെ ക്രൗൺ ഏരിയ എന്നൊക്കെ മുടി കൊഴിയുക, അലോപേഷ്യ പോലുള്ളത് വരിക ഒക്കെ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്ട്രജൻ നമ്മുടെ ഉൽപ്പാദനം ശരീരത്തിൽ കുറയുന്നതുകൊണ്ടാണ്. ഈ പിന്നെ ആർത്തവം നിന്ന് കഴിയുമ്പോൾ ഏറ്റവും സ്ത്രീകളിലുള്ള ഏറ്റവും വലിയ വിഷയം ഈ ഒരു പ്രശ്നമാണ്. ഈസ്ട്രജൻ്റെ ഉൽപ്പാദനം വലിയ തോതിൽ അങ്ങോട്ട് കുറയും. വളരെ കുറച്ച് പിന്നെ നമ്മുടെ ശരീരം ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈസ്ട്രജൻ നമ്മുടെ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഫുഡ് തിരഞ്ഞെടുത്ത് കഴിക്കണം. അതേ നമുക്കൊരു വഴിയുള്ളൂ. പിന്നെ ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കാൻ വേറൊരു വഴി എന്താണെന്നോ, നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. HRT എന്നാണ് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ പേര്. ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയാണ്. അത് ഡോക്ടേഴ്സൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അത് പക്ഷേങ്കിൽ എല്ലാവർക്കും അത് പിന്നെ ഉപകരിച്ചെന്ന് വരില്ല. എല്ലാവരിലും അത് വിചാരിച്ച റിസൾട്ട് കിട്ടുന്നില്ല എന്നാണ് പിന്നെ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ആഹാരം നമ്മൾ ഈ ഒരു ആർത്തവ വിരാമത്തിന് ശേഷം നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുക, സ്ട്രെസ്സ് കുറയ്ക്കുക, നന്നായിട്ട് ഉറങ്ങുക, ബോഡി സ്ട്രെങ്തൻ ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഈസ്ട്രജൻ നമുക്ക് കുറച്ചും കൂടെയൊക്കെ പിന്നെ നമുക്കതിനെ ഉൽപ്പാദനം ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ വേറെ ഒരു കൂട്ടരുണ്ട് കേട്ടോ. ഇപ്പോൾ മറ്റുള്ള ഈ ഒരു പ്രശ്നമല്ലാണ്ട്, ആർത്തവ വിരാമം അല്ലാണ്ട് തന്നെ ചില സ്ത്രീകളിലും ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് കേട്ടോ. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കഴിക്കുന്ന ചില മരുന്നുകൾ, അതുപോലെ തന്നെ ചിലവരുടെ സ്ട്രെസ്സ്, പിന്നെ നമ്മുടെ മുടിയിൽ ഇനി ചെയ്യാത്തതൊന്നുമില്ല ഇപ്പോഴത്തെ പെൺപിള്ളേർ. എല്ലാ കളറിങ്, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ വല്ലാണ്ട് ചൂടടിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഈ ക്രൗൺ ഏരിയയിൽ നിന്ന് മുടി പോകും കേട്ടോ. പിന്നെ എല്ലാത്തിലുപരി വൈറ്റമിൻ ഡെഫിഷ്യൻസി കേട്ടോ, അതും ഒരു പ്രശ്നമാണ്. വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ വൈറ്റമിൻ D വല്ലപ്പോഴൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം, നല്ലതാണ്. അതുപോലെ B12 ഇതിൻ്റെയൊക്കെ അഭാവം, വൈറ്റമിൻ പിന്നെ C, E ഇതിൻ്റെയൊക്കെ അഭാവം മൂലവും നമ്മളുടെ ഈ മുടി കൊഴിച്ചിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ ആർത്തവ വിരാമം അല്ലാത്ത സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇങ്ങനെ ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഈ വക പ്രശ്നങ്ങൾ കൊണ്ട് ഈ ക്രൗൺ ഏരിയയിലും ഹെയർ ലൈൻ കയറുകയൊക്കെ ചെയ്യുന്ന പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നവർ സീനിയർ സിറ്റിസണാണ്. അപ്പോൾ സീനിയർ സിറ്റിസൺ ആയി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയ പിന്നെ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കണം. അത് നമ്മുടെ ഹോർമോൺ ബാലൻസ് ചെയ്യുന്നതിനൊക്കെ ഈ ഫൈറ്റോ ഈസ്ട്രജൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ഏറ്റവും നല്ല ഒരു ഫുഡാണ് പിന്നെ ഫ്ലാക്സ് സീഡ്. ഓക്കെ, ഇപ്പം നമ്മൾ ചിയ സീഡായിട്ട് ഇപ്പം നമ്മൾ കുറേ കൂടെ അല്ലേ കഴിക്കാനൊക്കെ തുടങ്ങി. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡും നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ പിന്നെ എന്തെങ്കിലും ഓട്സൊക്കെ കാച്ചി കുടിക്കുക, അതുപോലെ തന്നെ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴൊക്കെ ഈ ഫ്ലാക്സ് സീഡ് നമുക്കതിലേക്ക് ഒരു സ്പൂൺ വെറുതെ നേരിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് 15 മിനിറ്റ് നമ്മൾ ചിയ സീഡ്സൊക്കെ 15 മിനിറ്റൊക്കെ നമുക്ക് പിന്നെ കുതിർത്താൽ മതി. പക്ഷേ ഫ്ലാക്സ് സീഡ്സ് നമ്മളൊരു 4 മണിക്കൂറെങ്കിലും മിനിമം വെള്ളത്തിൽ കുതിർത്ത് എടുക്കണം കേട്ടോ. എപ്പോഴും തലേന്ന് ഫ്ലാക്സ് സീഡ്സ് നമ്മളിങ്ങനെ കഴിക്കുന്നവരെ സംബന്ധിച്ച് തലേന്ന് കുതിർത്ത് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഈസ്ട്രജൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ പറ്റിയ ഇത് ഫൈറ്റോ ഈസ്ട്രജനൊക്കെ അടങ്ങിയ ഒന്നാണ്. ഏറ്റവും നല്ലൊരു ഫുഡാണ് ഫ്ലാക്സ് സീഡ്. പിന്നെ ഫ്ലാക്സ് സീഡ് വറുത്തൊരു കുപ്പിയിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് 1 സ്പൂണ് 1/2 സ്പൂണൊക്കെ എടുത്ത് ചവച്ചിറക്കി അങ്ങനെ തിന്നാം കേട്ടോ. പിന്നെ വേറെ തലേന്ന് കുതിർത്തിട്ട്
ഇപ്പം നമ്മൾ ഓട്സ് ഒന്നും കാച്ചാത് വെറുതെ ആ കുതിർത്ത ആ വെള്ളത്തിൽ പടി നമുക്ക് ആ ജെല്ല് കുടിക്കാം. ഓക്കെ, അങ്ങനെയും ഫ്ലാക്സ് സീഡ് നമുക്ക് കഴിക്കാം. ഇത് വളരെ നല്ലതാണ്, നമ്മുടെ ഈസ്ട്രജൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാം കേട്ടോ. പിന്നെ സോയ് പ്രൊഡക്റ്റാണ്. സോയ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ച് സോയ് ആയിട്ട് നമുക്ക് അത്ര വലിയ പരിചയമില്ല, വലിയ ടേസ്റ്റൊന്നുമില്ല. വല്ല സോയ് ചങ്ക്സൊക്കെ വാങ്ങിച്ച് കറി വെക്കും എന്നല്ലാണ്ട്. പക്ഷേ ഇത് ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട് ഇതിന്. സോയ് മിൽക്ക് ഉണ്ട്, പിന്നെ അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റ്, ടോഫു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രൊഡക്റ്റ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ സോയ് പ്രൊഡക്റ്റ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പ്രോട്ടീൻ ആവശ്യത്തിന് കഴിക്കണേ. പ്രോട്ടീൻ നമുക്ക് മുട്ട കഴിക്കാം, അതുപോലെ അയൺ, സിങ്ക്, ഇത് എള്ള് നല്ലതാണ് കേട്ടോ. എള്ള് കഴിക്കണം നല്ലതാണ്. എള്ള് നമുക്ക് വെറുതെ വറുത്ത് വെച്ചിരുന്ന് ഓരോ സ്പൂൺ കഴിക്കാം, വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ ഇപ്പോൾ അവല് നനയ്ക്കുക, അങ്ങനെ ചില പലഹാരങ്ങളിലെല്ലാം നമുക്ക് എള്ള് ചേർക്കാവുന്നതാണ് കേട്ടോ. എള്ള് വളരെ നല്ലതാണ്, അത് നിറയെ ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയതാണ് എള്ള്. അപ്പോൾ എള്ള് നമുക്ക് കഴിക്കാം. പിന്നെ സിങ്ക് അടങ്ങിയ ആഹാരം കഴിക്കണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിൽ ദിവസം ഒരു 3-4 പിന്നെ ഡയറ്റ്സ് കഴിച്ചാൽ മതി. ഈത്തപ്പഴം കഴിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടുന്ന പഴങ്ങളെല്ലാം നമുക്ക് 2-3 ഒക്കെ ഒരു ദിവസം കഴിക്കാവുന്നതാണ്. ഡ്രൈ ഫ്രൂട്ട്സ് വളരെ നല്ലതാണ്. അതുപോലെ വെജിറ്റബിൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ കേബേജ്, ബ്രോക്കോളി, അതുപോലെ ഇലക്കറികൾ, ഇതെല്ലാം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, പിന്നെ ചുമന്ന മുന്തിരി നല്ലതാട്ടോ. ചുമന്ന മുന്തിരി, ഇപ്പം മുന്തിരി ധാരാളമുള്ള സീസണാണല്ലോ, അപ്പോൾ ചുമന്ന മുന്തിരി വാങ്ങി കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ബെറീസ്, സ്ട്രോബെറി, ബ്ലൂബെറി തുടങ്ങിയ ബെറീസ് എല്ലാം ഈ ഫൈറ്റോ ഈസ്ട്രജൻ ഉള്ളതും ഹോർമോൺ ബാലൻസ് ചെയ്യാൻ പറ്റുന്നതും എല്ലാമാണ്. ഞാൻ ഈ ബെറീസ് വർഗത്തിൽപ്പെട്ടതൊക്കെ നമുക്ക് വാങ്ങി കഴിക്കാം. പിന്നെ പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തണം. അപ്പോൾ ഏകദേശം ഇപ്പം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈസ്ട്രജൻ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഭക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ ഒരു ദിവസം ക്യാബേജ് വെക്കാം, ഒരു ദിവസം ബ്രോക്കോളി വെക്കാം, ഒരു ദിവസം ഇന്ന പഴം കഴിക്കാം. അങ്ങനെ നമ്മളൊരു ചാർട്ട് തയ്യാറാക്കിയിട്ട് നമുക്ക് മാറി മാറി ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. ഫ്ലാക്സ് സീഡ്സൊക്കെ നമുക്ക് എങ്ങനെയായാലും ഫ്ലാക്സ് സീഡ് ആഴ്ചയിൽ 2-3 ദിവസം ഫ്ലാക്സ് സീഡ് കഴിക്കാം, അതുപോലെ മുട്ട കഴിക്കാം. അങ്ങനെ നിങ്ങൾ തന്നെ ഒരു ഡയറ്റ് ഷീറ്റ് ഉണ്ടാക്കി ഇങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ കേട്ടോ, മുഴുവനായിട്ടല്ല, ഒരു പരിധി വരെ ഈ ഒരു ക്രൗൺ ഏരിയയിൽ നിന്ന് മുടി കൊഴിയുന്നത് തടഞ്ഞു നിർത്താൻ സാധിക്കും. അപ്പം എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ എന്നെ വായിച്ചെന്നെങ്കിൽ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.